ഹലോ, വെൽക്കം ടു സുജാസ് കിച്ചൻ. ഇന്ന് നമുക്കൊരു കുട്ടി സ്നാക്ക് ഉണ്ടാക്കാം. ഇന്നിപ്പോൾ സ്കൂളൊക്കെ തുറക്കുകയല്ലേ, അപ്പോൾ കുട്ടികൾ വൈകിട്ട് വരുമ്പോൾ സ്ഥിരം ഈ പിസയും ബർഗറും നൂഡിൽസും ഒക്കെ പുറത്തുനിന്നുള്ള സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാതെ നമുക്ക് സ്വന്തമായിട്ട് വീട്ടിലെന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്ത് ശീലിപ്പിക്കുക. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. ആ നെയ്യ് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക്. ആ കടുക് നന്നായിട്ട് പൊട്ടണം. കടുക് പൊട്ടിയിട്ട് അതിൻ്റെ ഓയിൽ പുറത്തേക്ക് വരുമ്പോഴാണ് ശരിക്കും ആ കടുകിൻ്റെ ടേസ്റ്റ് നമുക്ക് ആ എണ്ണയിൽ വരിക. അപ്പോൾ കടുക് പൊട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ കടിക്കാനും സ്വാദുണ്ടാവില്ല. അപ്പോൾ കടുക് പൊട്ടി കഴിയുമ്പോൾ ഉഴുന്ന് പരിപ്പ്, മുഴുവൻ ഉഴുന്നല്ല, ഉഴുന്ന് പരിപ്പാണ്. അത് വറവിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഉപ്പുമാവിനും ഒക്കെ യൂസ് ചെയ്യണ പരിപ്പാണ്. അപ്പോൾ അതും കൂടെ ഇടുക. അതൊന്ന് മൂത്ത് വരുമ്പോൾ ഉഴുന്ന് പരിപ്പൊന്ന് ചോക്കനെ മൂക്കണം. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടാം. ചുവന്ന മുളക് താല്പര്യം ഉണ്ടെങ്കിൽ ചുവന്ന മുളകും കൂടെ പൊട്ടിച്ചിടാം ഇതിൻ്റെ കൂടെ. അതുപോലെ അതൊന്ന് മൂത്തിട്ട് വരുമ്പോൾ നമുക്ക് അതിലേക്ക് നമ്മളുടെ ഇഡ്ഡലി, സാധാരണ പൊടി ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചെറിയ ഇഡ്ഡലിയാണ് യൂസ് ചെയ്യുക. ഇനിയിപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ചെറിയ ഇഡ്ഡലി വേണം, അതിൻ്റെ തട്ടുള്ളവർക്ക് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ ഉണ്ടാക്കുന്ന സാധാരണ ഇഡ്ഡലി ഉണ്ടല്ലോ, അത് സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ ഇട്ടിട്ട് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ട് ആ ഇഡ്ഡലി ഒന്ന് ഈ വറവിലിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കുക. അതിന് ശേഷം അതിലേക്ക് നമ്മളുടെ ഇഡ്ഡലി ദോശ പൊടി ഉണ്ടല്ലോ, അത് അല്ലെങ്കിൽ ഗൺ പൗഡർ എന്നൊക്കെ പറയുമല്ലോ, അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക, ആ ടേസ്റ്റ് അനുസരിച്ച്. ഇതിന് വേണ്ടിയിട്ട് വേറെ സെപ്പറേറ്റ് ഒരു പൊടി ഉണ്ടാക്കും. അപ്പോൾ അതിപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. ഞാനിത് സാധാരണ നമ്മളുടെ ഇഡ്ഡലിപ്പൊടി വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇഡ്ഡലിപ്പൊടി വെച്ച് ചെയ്താലും നല്ല ടേസ്റ്റ് തന്നെയാണ് അതിന്. അപ്പോൾ ഇഡ്ഡലിപ്പൊടിയും കൂടെ ചേർത്തിട്ട്, ഇഡ്ഡലിപ്പൊടി അത്യാവശ്യം സ്പൈസി ആവും. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ഇടുക. പിന്നെ വേണമെങ്കിൽ ഉപ്പ് കുറവ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ മല്ലിയില താല്പര്യമുള്ളവർക്ക് അതും. ഓക്കെ.